Port Solden. Hello guys, welcome back to my channel Maxa Creation. Hello guys. Guys, this is Helen, എൻ്റെ അടുത്തൊരു സുഹൃത്താണ്. ഗൈസ് അങ്ങനെ ഒരുപാട് നാളിന് ശേഷമാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത്. നമ്മുടെ കൂടെ ഒരു കുഞ്ഞാവിയുണ്ട്. കുഞ്ഞാവ ചേച്ചിയും ചേട്ടൻ്റെയാണ്. ഗൈസ് അതാണ് നമ്മുടെ ചേച്ചിയും ചേട്ടനും ആ നടന്നു വരുന്നത്. ഗൈസ് അങ്ങനെ അവർ വേറെ കാറിനാണ് പോകുന്നത്. അവർ BMW X1 എന്ന് പറയുന്നൊരു കാറിലാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് വേറെ കാറിലാണ് ഗൈസ്. ഇതാണ് നമ്മുടെ കാറ്, നമ്മുടെ സ്വന്തം മിനി കൂപ്പർ ഗൈസ്. ഇതാണ് നമ്മുടെ കാറ്. അങ്ങനെ അവർ ബാഗും സെറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നമ്മളങ്ങനെ ഇവിടെ നിന്ന് പുറപ്പെടാൻ പോവുകയാണ് ഗൈസ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മൾ ആദ്യം ഇങ്ങോട്ട് പോകുന്നു. ആദ്യം നമ്മൾ തീരുമാനിച്ചിട്ടുള്ള ഗൈസ്. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ആ ലൊക്കേഷൻ അവിടെ കാണാം ഗൈസ്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ കാർ നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലത്തിന്റെ പേര് ചെൽട്ടൻഹാം. നമ്മൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ചർച്ച് കാണാൻ വന്നിരിക്കുകയാണ്. അതെ ഗൈസ്, വളരെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണിത്. അപ്പൊ നമ്മള് നേരെ അങ്ങോട്ട് പോവാണ്. കാറിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അവര് വന്നുകൊണ്ടിരിക്കുകയാണ്. അവര് വേറെ കാറിലാണ് വരുന്നത്. സോ അവരിന് എത്താൻ കുറച്ച് നേരം കൊണ്ട് പിടിക്കും. അതെ ഗൈസ്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മളിവിടെ നമ്മുടെ നാട്ടിലെ ചായക്കടയാണ് ഗൈസ്. ഇവിടെ എല്ലാം കിട്ടും, ബാഗ് കിട്ടും, ചായ കിട്ടും. പക്ഷെ നമ്മളിവിടെ കയറുന്നില്ല ഗൈസ്. ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മളിവിടെ നിന്ന് കയറുന്നില്ല. നമ്മൾ നേരെ ചർച്ചിലേക്ക് നടക്കുകയാണ് ഗൈസ്. സോ ലെറ്റ്സ് ഗോ ടു ദ ചർച്ച് ഗൈസ്. ഗൈസ്, ഈ മരത്തിന് പ്രത്യേകതകളുണ്ട്. അത് എന്താണെന്ന് നമ്മുടെ ഹെലൻ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അവളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഗൈസ്, ഇംഗ്ലീഷിൽ വളരെ ദാരിദ്ര്യം പിടിച്ചുകൊണ്ട് ഹെലൻ അതൊന്നും മനസ്സിലാകുന്നില്ല. സോ ഞാൻ തന്നെ ഇത് പറഞ്ഞുതരാം ഗൈസ്. ഇവിടെ 2 മരങ്ങളാണുള്ളത്. അതിൻ്റെ നടുക്ക് 2 ഡോറുണ്ട്. ഇവരെന്തിനാ ഇതിങ്ങനെ പണിത് വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല ഗൈസ്. പക്ഷെ എന്തോ പ്രത്യേകതയാണ് ഇവിടെ. എല്ലാവരും വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. കണ്ടു ഗൈസ്, അത്രേ ഉള്ളൂ ഗൈസ്. അങ്ങനെ നമ്മളിവിടെ നിന്ന് പോവാണ്. ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ബിബറി എന്ന് പറയുന്ന നമ്മുടെ സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് അടുത്ത അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. വളരെ വളരെ അതിമനോഹരമായ ഒരു സ്ഥലമാണിത്. നല്ല തിരക്കാണ് ഗൈസ്. പാർക്കിങ്ങിന് ഒത്തിരി കഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു. പ്രതീക്ഷ പോലെയല്ല, നല്ല തണുപ്പാണ്. ജാക്കറ്റ് എടുത്തില്ല. ചിലവർ ഹോളുള്ള ജാക്കറ്റ് ഇട്ടിട്ടാണ്. അതുകൊണ്ട് എനിക്കതിന് തണുപ്പില്ല ഗൈസ്. ഇവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു?
കുഴപ്പമില്ല, ഈ നല്ല തിരക്കായിരുന്നു guys. അതുകൊണ്ട് കുറേ സ്ഥലങ്ങൾക്ക് നമ്മൾ മിസ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ നമ്മളിനി അങ്ങോട്ട് പോകുന്നത് നമ്മളിനി അടുത്ത സ്ഥലത്തേക്കാണ് കഴിച്ച് പോകുന്നത്. എങ്ങോട്ടാണ് അങ്ങനെ പിടിയില്ല ഗായ്സ്. അവിടെ എത്തിയിട്ട് ബാഗ് ഈ സമയത്ത് കുളിക്കണോടാ ഗൈസ്, സ്ഥലത്തിൻ്റെ പേരാണ് ബാഗ്. ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? നല്ല സ്ഥലമൊക്കെയാണ്, പക്ഷെ നമ്മൾ വന്ന ഒരു ക്ലൈമറ്റിനൊരു ചെറിയ ഇഷ്യൂ ഉണ്ട്. കഴിഞ്ഞ ഒരു വീക്കിൽ നമ്മൾ സമ്മർ സ്റ്റാർട്ട് ചെയ്തപ്പം ഉള്ള ഒരു എന്താ ബ്രൈറ്റ്നസ് ഒക്കെ കണ്ടിട്ടാണ് ഈ ഏരിയയിലോട്ട് ഇറങ്ങിയത്. പക്ഷേ ഇന്ന് ഓൾ ഓഫ് എ സഡൻ ഭയങ്കര ക്ലൗഡി ആയിപ്പോയി. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. ആ ബ്ലൂ ഗ്രീനും കൂടെ ഉള്ള ആ ഒരു ഇതിൽ കാണുമ്പോഴാണല്ലോ ഒരു രസം. ഭയങ്കര ക്ലൗഡി ആയിട്ടിരിക്കുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ലല്ലോ, ആ ഒരു കുറവുണ്ട്. പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഒരു ബ്രൈറ്റ് ഡേയിൽ ഇറങ്ങുവാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും. ഇപ്പോഴും ബ്യൂട്ടിഫുൾ ആണ്, പക്ഷെ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും. ആക്ച്വലി നമ്മളുടെ ടൂർ ഡേ നാളെയാണ്. നമ്മൾ ഇന്ന് നേരത്തെ ഇറങ്ങിയതാ. അങ്ങനെ കുറച്ച് നാളത്തേക്ക് വെച്ചിരുന്ന കുറച്ച് ഡെസ്റ്റിനേഷനൊക്കെ നമ്മൾ ഇന്ന് കവർ ചെയ്തു. നാളെ നേരെ വെയിൽസിലോട്ട്, സൗത്ത് വെയിൽസ്. ഗൈസ്, അങ്ങനെ നമ്മുടെ വീഡിയോ വെച്ചോട് വൈൻഡ് അപ്പ് ആണ്. സോ ഇതുപോലെ കിടക്കാച്ച സമയം നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ഹായ് ഗൈസ്, അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് സമാപിപ്പിക്കുകയാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, അടുത്ത വ്ളോഗുമായി നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. പള്ളിയിൽ പ്രസംഗിക്കണം.